ഗൈസ് പൊൻകുന്നമ്മല കാണാൻ വേണ്ടി പോവാട്ടെ ഞങ്ങൾ രണ്ടാളുണ്ട്. നമ്മൾ കോഴിക്കോട് നമ്മൾ പാണ്ടൂർ കൂടില്ല ഒന്നല്ലേ, പാണ്ടൂർ വഴി മൂട്ടിൽ പാണ്ടൂർ മൂട്ടിൽ റോഡ് കേട്ടോ. ആ റോഡിന് വന്നിട്ട് കുറച്ച് ദൂരം മേലോട്ടേക്ക് ബൈക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ റോഡാണ് കേട്ടോ. ഇത് ബൈക്ക് പോവുകയൊക്കെ ചെയ്യും, പക്ഷേ ഒന്ന് ബ്രേക്ക് പിടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ താഴെ വയലിൽ നമുക്ക് കുളിച്ചിട്ട് വരാം. ആ ലെവലുള്ള ഒരു കയറ്റാണ് അല്ലേ. ശബരിമല കയറുന്നതല്ലേ ഒരു ആ ഒരു കയറ്റത്തിൻ്റെ ഇത് അല്ലേ. അതാ അതൊരു സാമിനും കൊണ്ടോട്ടോ ഞാൻ പോകുന്നത്. ഓൾറെഡി ഞങ്ങൾ ഒരു മല കയറി എക്സ്പീരിയൻസ് ആക്കിയിട്ടാണ് പോകുന്നത്. ഹലോ വരുന്ന ആൾക്കാർ മനസ്സിലാക്കിയോളി, പൊൻകുന്നമലയിലേക്ക് വരുമ്പം മിനിമം 5 ലിറ്റർ വെള്ളം നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ കയറ്റം കയറിയിട്ട് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ കിതക്കുന്ന വല്ല കിതപ്പുണ്ടാവും. അവിടെ താഴത്തുള്ളൊരു ചേച്ചി പറയാം കേട്ടോ, ഈ ചെറിയൊരു ഇത് കയറി ഇതുവരെ ബൈക്ക് കയറിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി വരെയാണ് ചെറുങ്ങനെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് എത്തും. അപ്പോൾ ഞാൻ ചേച്ചി അവിടേക്ക് മുൻകുന്ന നല്ലതാണ്. ആ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് മേലോട്ടേക്ക് പിന്നെയും പോകാനുള്ളത്. തടീൻ്റെ ഒക്കെ കുറയില്ലേ. ഹാർട്ട് അറ്റാക്ക് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരേ വേണ്ട അല്ലേ. നല്ല ശ്വാസം മുട്ടുണ്ട്. എന്താ വെച്ചാൽ തീരെ നമ്മൾ പോകാത്തോണ്ടേ. ജിമ്മിനും ഇതിനൊക്കെ പോകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടോ വരുന്നത്. ഇതിൻ്റെ മുന്നേ പോയിക്കുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നേ പോയിട്ട് ഞാൻ കയറിയിട്ട് ലാസ്റ്റ് മുകളിലെത്തിയിട്ടേ എന്താ തളറുണ്ടോ കണ്ണ കിടക്ക്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആശാനെ വെള്ളം തീർന്നു പോയി. വെള്ളം തീർന്നിട്ട് ഇവിടുന്ന് ഈ മലേൻ്റെ മുകളിൽ എവിടുന്ന് വെള്ളം കിട്ടാനാ. അങ്ങനെ എന്തോ ഭയത്തിന് പറഞ്ഞാൽ ഏത് മലൊക്കെ എമ്മാരി വ്യൂ പോയിന്റ് അറിയോ. വ്യൂ പോയിന്റ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലോ വന്നു കഴിഞ്ഞിട്ടാണ് അല്ല ആശാനെ ചാവി വേണോ അല്ലേ. പിന്നെ തെരഞ്ഞു കണ്ടിട്ടില്ലെങ്കിൽ ഈ കയറ്റം രണ്ടാമത് കണ്ടു തരുമോ. അതല്ല ആണേ മല സ്റ്റാർട്ട് ചെയ്തിട്ടോ അവനെ. ഈ കാണുന്നുണ്ടല്ലേ കയറി പോകുന്നുണ്ടല്ലേ. 200 cc എഞ്ചിനാ, ഞാൻ 100 cc ആപ്പാ എഞ്ചിനാ. ആണ് കയറാൻ പെട്ടെന്ന് മോഡൽ വ്യത്യാസമുണ്ട് അല്ലേ. അറിയാ കാലൊക്കെ അയ്യോ. ഇനി നമ്മളെ ചാനലിൽ കോഴിക്കോട്ടുള്ള എല്ലാ നല്ല നല്ല പ്ലേസുകളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എല്ലാവരും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ലാലുബായിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഐഡിയ ഒക്കെ ഞാൻ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി കയറി വന്ന് നമുക്ക് വ്യൂ പോയിൻ്റ് നോക്കി അങ്ങണ്ട് 1.5 വ്യൂ പോയിൻ്റ് അല്ലേ. എൻ്റെ അളിയ ഓ നൈസ് ഏരിയ കേട്ടോ. ഓക്കെ അങ്ങണ്ട് അടിപൊളി സ്ഥലമല്ലേ. എൻ്റെ അമ്മ വൈബ് ഏരിയ കേട്ടോ, വൈബ് സ്ഥലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഈ മലേൻ്റെ മുകളിൽ ഇത്രയും വ്യൂ പോയിന്റിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റിയ
ഒരു സെറ്റപ്പ് ഒരുക്കി വെച്ച് ചുറ്റും ഇങ്ങനെ മലകൾ കാണാൻ പറ്റുമോ. ആ ഒരു ഏരിയയിൽ ഫുട്ബോൾ ഗ്രൗണ്ട് വേറെ ലെവലിൽ സ്ഥലം കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഫുള്ള് കിതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ മുകളിൽ കയറിയിട്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ മേലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ മുക്കുന്നമ്മല വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഈ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റ് വളരെ മോശമായിട്ടുള്ള കാര്യം, വളരെ മോശമായ കാര്യമാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഇടരുത്. കാരണം എന്താ വെച്ചാൽ അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം. അതിനാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചത്. അതൊന്നും ആരെങ്കിലും എടുത്ത് ഒഴിവാക്കുക, അതുമില്ല. നോക്കിയത് എത്ര ഭംഗി, ചപ്പറാക്കിയിടരുത്. ഇത്ര ഭംഗിയുള്ള സ്ഥലം വൃത്തികേടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം നമ്മളെ നാളേക്കുള്ള തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ, അവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ നാടിന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വികസനം വരുന്ന ഭാഗമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റും മാലിന്യമൊക്കെ കൊണ്ടുപോയിട്ടിട്ട് കൊളാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോയിൽ ഫുള്ള് കഥപ്പുണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനത്തെ മലയാണ് ഫുള്ള് കയറുന്നത് അല്ലേ. അല്ലേ വ്യൂ പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊൻകുന്നമല ഒരു ദിവസത്തെ ട്രിപ്പാക്കി പോരും കേട്ടോ. അതാണല്ലേ. കാരണം ഞങ്ങൾ രാവിലെ പൊലച്ചക്ക് ഇവിടെ വന്നിട്ട് ചെറിയ ഫുഡൊക്കെ എത്തി നന്നായിട്ട് ഇവിടെ കത്തിക്കരുത് കേട്ടോ. ആ രീതി കണ്ടില്ലേ. ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഫുഡൊക്കെ ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ, ചെറിയ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ കയറിയിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വൈബാക്കി ചില്ലാക്കി പോകാൻ പറ്റിയ സ്ഥലം കേട്ടോ. എൻ്റെ ചുറ്റും നോക്കുമ്പോൾ എത്രയാണ് മലകൾ ഇല്ലേ. നമ്മളെ കോഴിക്കോട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതേമാതിരി അല്ലേ. അതല്ല വേറെ കാര്യം, റീൽസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കൊക്കെ ഏറ്റവും അടിപൊളി സ്ഥലമല്ലേ അത് അല്ലേ. എനിക്ക് 2-3 റീൽസ് ചെയ്ത് തരണേ കേട്ടോ. ഈ പുല്ലിൽ നിന്നിട്ട് ചാർജ് ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള ഒരു മാറിയ വ്യൂ പോയിൻ്റാണ് ഇത് കേട്ടോ. ഇപ്പം ഇത്രയും കയറിയിട്ട് പൊൻകുന്നമലേൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടില്ല ഞങ്ങൾ ഇനിയും മേലോട്ട് കയറാണ്ട്. എൻ്റെ സുഹൃത്തുക്കളില്ല മേളിൽ നിന്ന് കയറുന്നുണ്ടല്ലേ. എത്ര ഇനിയും മേലോട്ട് കയറാണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ്. നിങ്ങളുടെ സ്ഥലത്തൊക്കെ നിങ്ങൾ എന്തായാലും വരണം. പക്ഷെ ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ കൊണ്ടുപോയിടരുത് കേട്ടോ. നിങ്ങൾ എത്ര അല്ലേ. ആ ആ നെല്ലിക്ക ഉണ്ടോ ഇതിനോട്. നെല്ലിക്ക അവിടെ ഒരു നെല്ലിക്ക വീണ് നടക്കുന്നത്. അയ്യോ. റീൽസ് വീഡിയോസ് അടിപൊളി വരാണ്ട് കേട്ടോ. കാണിച്ചു തരാം. മുകളിൽ കയറട്ടെ ആദ്യം. കാലൊക്കെ കുഴയുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല തണുത്ത കാറ്റുമുണ്ട്. വെയിലിന് ചൂട് കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ. അതാ മല കയറാന്നിട്ടുണ്ടെങ്കിൽ കഠിനം തന്നെ അയ്യപ്പ. മക്കളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളിപ്പം പൊൻകുന്നമ്മലേൻ്റെ എവിടെ എത്തിയോ? 75 വയസ്സിൽ എത്തിയോ? മുകളിലെത്താനായിട്ടോ. ഞങ്ങളൊരു വ്യൂ, ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം എന്ത് കാഴ്ച നോക്കിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പട്ടിക്കുട്ടി പോലില്ല. ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ ശാന്തമാവും അല്ലേ. ഒരുവിധ പ്രശ്നങ്ങളൊക്കെ ശാന്തമാവും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനത്തെ ഒരു ഏരിയ അത്. സ്വസ്ഥമായിട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ ക്ലീനാവും. ഈ പെണ്ണ് പറ്റിച്ച് പോയ കേസ് അല്ലേ, അങ്ങനെയുള്ള കേസ് ഇവിടെ വരാൻ പറ്റുമോ? അങ്ങനെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആവും. അങ്ങനെ ഇപ്പോൾ ഒരു നായ വയ്ക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ കാറ്റിൻ്റെ സൗണ്ട്, വേറെ ഒരു സൗണ്ടും ഇല്ല. സൈലൻ്റ് ഏരിയ. മാനസികമായിട്ട് എന്തെങ്കിലും ടൗണിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ
കയറ്റം കയറാത്ത ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ആദ്യം പറയുകയാണ് കയറ്റം കയറാൻ കഴിയില്ല. രാവിലെ വരണം കേട്ടോ. രാവിലെ വന്നാൽ കയറ്റം കയറി പോകുന്ന വെയിലായിരിക്കും. വെയിലാണെങ്കിൽ നല്ല തണുപ്പാ, നല്ല കാറ്റുണ്ട്. പക്ഷെ ഞങ്ങൾ ടൗസർ കയറി കുത്തിരിക്കാണ്. കാരണം അമ്മ ഒരു അത് കയറി വരണ്ടേ. നമ്മളിങ്ങനെ കയറ്റം കയറാത്ത ആളാകുമ്പോൾ മുപ്പതിപ്പോൾ ശബരിമല കയറാണ്ടി പോവാണ്. എന്നാലും ഞാനൊക്കെ ഇങ്ങനത്തെ കയറ്റൊക്കെ കൊല്ലത്തിലൊരു പ്രാവശ്യമൊക്കെ കയറുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യൂലേ, മലകളൊക്കെ കാണും. ഞങ്ങൾക്ക് രണ്ടാൾക്കും യൂട്യൂബ് ചാനൽ, രണ്ടാളെ ചാനൽ നിങ്ങൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മുപ്പത് ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ID ഒക്കെ ഞാൻ നമ്മളെ സ്ക്രീനിൽ എഴുതി കാണിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നല്ല അടിപൊളി വീഡിയോസൊക്കെ അതിൽ വരുന്നതായിരിക്കും, നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതാണ് സുഹൃത്തുക്കളെ, ഇത് കോഴിക്കോടില്ല. കോഴിക്കോട് ഇങ്ങനത്തെ ഒരു പ്ലേസ് ഇനി ഒരുപാട്, കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇറ്റാൽ നമ്മൾ വീഡിയോയിൽ വരുന്നതാണേ. ഓക്സിജൻ തന്നാലേ ഇന്നൊരു അമ്മാര് ഇവിടുന്ന് ഒരു ഫോട്ടോ അല്ല, ഒരു 10-200 ഫോട്ടോ എടുക്കാൻ തോന്നിപ്പോൾ. അമ്മാര് സ്ഥലം അത്. പക്ഷേ വെയിലൊന്നൊക്കെ അവരിപ്പോൾ പോകുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങണം. ഓക്സിജൻ എൻ്റെ വീട് എവിടെയാ കേട്ടോ? എവിടെ കാണിക്ക്, വീട് എവിടെ കാണിക്ക്. എന്താല്ലേ കേറി 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 കേറി. അതേപോലെ നമ്മൾ ഫുഡ് വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. നമ്മളെ ചാനലിൽ ഇനി ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ വരും. എല്ലാ വീഡിയോസും ഇങ്ങനെ വരും. വിവാദങ്ങളായി വിവാദം. ഓക്സിജൻ തന്നാലേ ഇന്നൊരു ഉണ്ട്. അത് ഓൾറെഡി ഇഷ്ടം വരെ ഉണ്ടല്ലോ. വെച്ചാൽ മതി. ഇതൊരു പ്രത്യേക ഒരു ഇതാട്ടോ. എന്ത് ഭംഗിയാണ് നോക്ക്. ഈ പോയിന്റ് മുകളിലോട്ടോ, പൊൻകുന്ന മലയുടെ ഏറ്റവും മുകളിൽ. ആര് ഫുള്ള് അതെന്താ കത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടുത്തം കിട്ടുമല്ലോ. ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഓരോ തരംതിരിക്കും. ഇതൊക്കെ എൻ്റെ വ്ളോഗിലുണ്ടാവും. എൻ്റെ മോനെ ഇവിടെ താഴത്തെ പോയതാട്ടോ. ഇട്ടിട്ട് അങ്ങനെ എടുക്കാൻ ഇതല്ലേ ഇത് ബാക്ക് ക്യാമറ ആണ്. ബാക്ക് ക്യാമറയാ, പക്ഷെ സെൽഫി ക്യാമറ ആണുള്ളൂ. നിങ്ങൾ മറ്റേ ഇതാക്കി തരാം. ഇട്ടുണ്ട് സ്കിഡായി പോയാൽ പോയതാണ്. അല്ല ഹബീബി നല്ല സീൻ അല്ലേ? ബാക്കാ അത് അല്ലേ? മുണ്ടക്കൽ ശേഖര കിട്ടില്ലേ? ഞാൻ അവിടെ കേട്ടോ. ഇത് ഈ കാണുന്ന ഇതുണ്ടല്ലേ, അതാ ഇമ്മാരി ചരിവാ നോക്ക്.
എമ്മാരി ചരിവാ നോക്കാ ആ ക്യാമറ പിടിച്ചപ്പോ ക്യാമറ കയ്യില്ലേ ആരല്ല ആ അവിടെയല്ലേ ഉണ്ടോ അതിങ്ങനെ താഴേക്ക് വലിയൊരു ഗർത്ത ഉള്ളു അതായത് പൊക്കാളിപ്പാറ ഏതാത് പാറകളുണ്ട് പൊട്ടിച്ച് ഭയങ്കര ഗർത്താണ് ഓ ശിവപുത്രായ നമഃ ശരണമയ്യപ്പ ഓക്സിജൻ തന്നാലേ 2-3 മുകളിൽ അതിമനോഹരമായിട്ടുള്ള ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം വന്നാൽ വഴി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടാ വഴി തിരിച്ചങ്ങനെ വഴി തെറ്റിപ്പോട്ടോ വഴി തെറ്റി ഒരു പ്രാവശ്യം വഴി തെറ്റിക്കഴിഞ്ഞാൽ ഒരു മലേൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് വഴി തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആരുണ്ടാക്കിയ വഴി തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രയാസമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏത് ആ അപ്പുറമല്ലേ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും പൊൻകുന്നമല കയറി എന്നുള്ള തെളിവ് ചോദിച്ചാൽ തെളിവ് ഇതാണ് ഈ മുകളിൽ കയറിയിട്ടുള്ള ഈ കാണുന്ന ടീ ഷോപ്പാണ് പൊൻകുന്നമലയുടെ ഏറ്റവും മുകളിൽ കയറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ തെളിവ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊൻകുന്നമല കയറി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ചായപ്പീടിയാണ് ഈ ചായപ്പീടിയിലാണ് നമുക്ക് ഒരു ഹിന്ദിവാല ചായപ്പീടിയാണ് പൊൻകുന്നമലേൻ്റെ ഏറ്റവും ടോപ്പ് കയറി കഴിഞ്ഞാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ അവിടെ ചായ പോയിട്ട് പരിപ്പടമൊന്നും കിട്ടൂല അമ്മയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഓക്കെ അതിനെ വേറെ വേറെ ഒരു ഇതുണ്ടല്ലേ സോറി എന്താ രസം കാണാൻ അവിടെ ക്യാമറ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അയ്യോ മുകളിൽ ഏറ്റവും മുകളിൽ ക്യാമറ സെറ്റപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കയറി വെള്ളത്തിന് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി വെള്ളത്തിനാണ് കേട്ടോ ശരിക്കും ഇത് ഓപ്പണാക്കി വെക്കുന്നതാണ് നല്ലത് ഞായറാഴ്ചയൊക്കെ ഇത് ഓപ്പണാക്കി വെക്കണ്ടേ ഉണ്ടോ മലേൻ്റെ ഏറ്റവും മുകളിൽ 2 കയറാൻ നല്ല വെയിലാണ് നല്ല വ്യൂ പോയിൻ്റാണ് എന്താ നമ്മളെ കമ്പനിക്കാൻ നിൽക്കുന്നുണ്ടല്ലേ ഇതാണ് വ്യൂ പോയിന്റ് ഈ കാണുന്ന രീതി നമ്മളെ ക്യാമറയിലൊക്കെ നോക്ക് ഉണ്ടോ ഇത്രയും ഹൈറ്റിലാണ് ആശാനും ഞാനും നിൽക്കുന്നത് ആ ഗ്രൗണ്ടിൽ നിന്നല്ല നമ്മൾ വന്നപ്പോൾ ആ താഴെ കാണുന്ന ഗ്രൗണ്ടിൽ എത്തണം കേട്ടോ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ സ്പീഡിൽ ഇറങ്ങും കേട്ടോ സ്പീഡിലെത്താൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഉരുണ്ട് വീണിട്ട് താഴത്തേക്ക് വേഗത്താൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിൽക്കാന്നുള്ള കാര്യം ഞാൻ പിൻവലിക്കുകയാണ് കാരണം നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമെന്നെങ്കിൽ നിങ്ങൾ പപ്പടമായിട്ട് ഉണങ്ങി കിട്ടിപ്പോണ്ടില്ലേ ഉണക്കൽ നല്ല പച്ചമത്തി കൊണ്ടുവരികയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് ഉണക്കൽ മത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അമ്മാരി വെയിലാണ് ഇതിൻ്റെ മുകളിൽ ഷൂസിൻ്റെ ലേസായി കുടുക്കി കാട്ടോ എന്താ പറയുക താഴത്തൊന്നും ഞാൻ അറിയില്ല അമ്മാരി സ്പീഡിൽ ഇപ്പോൾ താഴത്ത് പോകും 36-37 വയസ്സായിരിക്കും വയസ്സ് തുറന്ന് പറഞ്ഞിരിക്കട്ടോ എൻ്റെ വീട് അവിടുന്ന് ആടെ നോക്കിയാൽ ഇത് കാണുകയും ചെയ്യും ഞാനിപ്പോഴാണ് ഞാൻ പൊക്കുന്നുമല കയറുന്നത് ആദ്യമായിട്ട് സ്വന്തം നാട്ടിലുള്ള ഒരു അടിപൊളി പ്ലേസ് ഇനി നമ്മൾ ഈ ചങ്ങനെ പല സ്ഥലത്ത് കൊണ്ടുട്ടോ സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞുതരും സ്വന്തം നാട്ടിലുണ്ട് ഞാൻ പറഞ്ഞു ഇനി നമ്മൾ കോഴിക്കോട് ഫുള്ള് നമ്മളെ വീഡിയോയിൽ വരും കേട്ടോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് പൊൻകുന്നമല എന്തായാലും നിങ്ങൾ വന്ന് കാണണം കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിലിങ്ങനെ അടഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വൈബ് വേണം നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഫീൽ ചെയ്യണം ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള രോഗങ്ങളുള്ള ആൾക്കാരൊന്നും വരരുത് കാരണം വലിയ കയറ്റാണ് അല്ലാത്ത ആൾക്കാരൊക്കെ ധൈര്യമായിട്ട് വന്നോളി കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു എന്താ പറയുക ലൈഫിലൊരു അനുഭൂതി ഉണ്ടാവില്ലേ അല്ലേ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക് ഫുൾ ബോഡി ഒരു ഫീലിംഗ് കിട്ടും
ഒരു വൈബ് കിട്ടും. അങ്ങനത്തെ സ്ഥലം കേട്ടോ. ആ മഴക്കാലത്ത് ഇതൊക്കെ ഓരോ ടൈമിൽ ഇവിടെ ഓരോ ഈ മല കയറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ടൈമിലും വരികയാണെങ്കിലും ഇവിടെ ഓരോരോ പ്രത്യേക രീതിയിലുള്ള മഴക്കാലത്ത് നിറച്ച് പൂക്കളം കൊണ്ടുള്ളൊരു കളി ഇപ്പോഴും നല്ല ഇതേമാതിരി നിറച്ച് ഒരുപാട് ചെടികളും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കാണാൻ പറ്റിയൊരു അടിപൊളി വൈബ് സ്ഥലമാണ്. അപ്പം കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ വന്നോളി. കോഴിക്കോട് പൊൻകുന്നം മല. അപ്പം ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മളെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.